പ്രൈസ് ലോർഡ്. സ്തോത്രം. രതീഷാണ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഭയം ഭയത്തെക്കുറിച്ച് ഏറ്റവും അർത്ഥവത്തായൊരു ഡെമോൺസ്ട്രേഷൻ നടന്നത് 17ാം നൂറ്റാണ്ടിൽ ചൈനയിലാണ്. അന്ന് ചൈനയിലെ രാജധാനിയിൽ, ആ രാജധാനിയിൽ ഒരു തത്വചിന്തകനും സൈക്കോളജിസ്റ്റും ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേര് ഇബ്നു സീനു എന്നാണ്. ഇബ്നു സീനു തൻ്റെ ഭയത്തെക്കുറിച്ചുള്ള പ്രബന്ധം രാജാവിന് മുമ്പിൽ അവതരിപ്പിച്ചു. പ്രബന്ധം ഇന്നത്തെ പോലെയല്ല കേട്ടോ, ഒരു ഡെമോൺസ്ട്രേഷനാണ്. അദ്ദേഹം അതിനുവേണ്ടി രാജാവിനോട് ചോദിച്ച 2 ആട്ടിൻകുട്ടികളെയാണ്. ഒരേ പ്രായമുള്ള, ഒരേപോലെ ആരോഗ്യമുള്ള 2 ആട്ടിൻകുട്ടികളെ രാജാവ് ആട്ടിൻകുട്ടികളെ നൽകി. അദ്ദേഹം 2 ആട്ടിൻകുട്ടികളെയും 2 സ്ഥലങ്ങളിൽ 2 കൂടുകൾക്കുള്ളിലാക്കി 2 പേർക്കും ഒരുപോലെ തീറ്റി കൊടുക്കുവാൻ സാഹചര്യങ്ങൾ ഒരുക്കി. ഒപ്പം തന്നെ ഒരു ആടിൻ്റെ കൂടിനടുത്ത് ഒരു ചെന്നായെ കൂടെ കെട്ടി. ആ ചെന്നായെ കണ്ട സമയം മുതൽ ആ കൂട്ടിനകത്ത് ആട് കരയാനും ബഹളം വയ്ക്കുവാനും തുടങ്ങി. ആഹാരം കൊടുക്കുവാൻ തുടങ്ങി. ചെന്നായ ഇല്ലാത്ത കൂട്ടിലെ ആട് നല്ലതുപോലെ ആഹാരം കഴിച്ച് തടിച്ചു കൊഴുത്തു. കൂട്ടിനകത്താണ്, ഇഷ്ടംപോലെ ആഹാരമുണ്ട്, കൊട്ടാരത്തിൽ നിന്നാണല്ലോ, രാജാവിൻ്റെ കൽപ്പന പ്രകാരമാണ്. എന്നാൽ ചെന്നായി കിടന്ന കൂട്ടിനകത്തെ ആട് ദിവസം പ്രതി കരഞ്ഞ് 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 എല്ലും തോലുമായി ആഹാരമൊന്നും കഴിക്കാതെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കും? ആട് മരിച്ചുപോയി. ഈ ചെന്നായി കിടന്ന കൂട്ടിനടുത്തുള്ള ആട് മരണപ്പെട്ടു പോയി. അപ്പോൾ ആ ഭയം, ചെന്നായെ കണ്ടുള്ള ഭയം, ആ ചെന്നായ എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. കാരണം ആട് സുരക്ഷിതമായി കൂട്ടിനകത്തായിരുന്നു. എങ്കിലും ചെന്നായെ കുറിച്ചുള്ള ചിന്ത, ചെന്നായെ കാണുമ്പോഴുള്ള ഭയം, ആഹാരം കഴിക്കുവാൻ കഴിയാതെ, സ്വസ്ഥമായി കിടക്കുവാൻ കഴിയാതെ, ഉറങ്ങുവാൻ കഴിയാതെ, അതിനെ വലിയ രോഗിയും അവസാനം മരണത്തിലേക്ക് നയിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഭയപ്പെട്ടിട്ടില്ലേ? ഭയപ്പെട്ടിട്ടുണ്ടോ? എന്തോരം കാര്യങ്ങളിൽ നമ്മൾ ഭയപ്പെട്ടിട്ടുണ്ട്. ആ ഭയപ്പെട്ടതൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ജീവനോടെ കാണുമോ? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ആ രോഗക്കിടക്കയിൽ നിങ്ങൾ ഭയപ്പെട്ടില്ലേ? ഞാൻ ഇതോടെ മരിച്ചു പോകും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, അയ്യോ ഇനി എൻ്റെ ചേട്ടനെ കാണാൻ പറ്റത്തില്ല, ഇനി എൻ്റെ ഭാര്യ, ഇനി എൻ്റെ മക്കളെ, ഇനി എൻ്റെ പപ്പയെ അമ്മയെ, ഇനി എനിക്ക് പ്രിയപ്പെട്ട ആളിനെ കാണാൻ പറ്റത്തില്ല. നമ്മൾ സങ്കടപ്പെട്ടിട്ടില്ലേ? അയ്യോ, എന്നിട്ട് ആ ഭയപ്പെട്ടത് സംഭവിച്ചോ? ഞാൻ ആത്മഹത്യ ചെയ്യും എത്രയോ തവണ. കാരണം മുൻപിൽ അങ്ങനെ ആയിരുന്നു വിഷയങ്ങൾ. ആ കടം അത് തിരിച്ചു കൊടുക്കാനേ പറ്റുന്നില്ല, കടക്കാർ വന്നു, ഭയങ്കരമായ പ്രശ്നം, നിന്ന് അപമാനം, ഇനി ആത്മഹത്യ ചെയ്യണം, ചെയ്തേ പറ്റത്തുള്ളൂ, അவ்விധത്തിൽ ഭയം. എന്നിട്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തവരാണോ നിങ്ങൾ എന്നെ കേൾക്കുന്നവർ? അല്ല. നിങ്ങൾ ഭയപ്പെട്ടത് സംഭവിച്ചിട്ടില്ല. നോക്കൂ, മായൻ കലണ്ടറിലെ ഡേറ്റ് തീർന്നപ്പോൾ ഒരുപാട് പേർ ചിന്തിച്ചു ലോകം അവസാനിച്ചു പോകും. കൊറോണ വന്നപ്പോഴും നമ്മൾ ഉൾപ്പെടെ ഒരുപാട് പേര് ചിന്തിച്ചു ഇതോടെ ലോകം അവസാനിക്കും. കൊറോണ അങ്ങനെ പടർന്നു പിടിക്കുകയാണല്ലോ, ലോകം അവസാനിക്കും. അല്ലെങ്കിൽ മറ്റു പലരും പറഞ്ഞതുപോലെ ലോകത്തിന്റെ 1/3 അവസാനിച്ചു പോകും, നഷ്ടപ്പെട്ടു പോകും. 2000 വർഷമായപ്പോൾ വിശ്വാസികളായ നമ്മളിൽ പലരും ചിന്തിച്ച് ഭയപ്പെട്ടത് എന്താ? ലോകം ഇപ്രാവശ്യം അവസാനിക്കും, കർത്താവ് വരാറായി. വിശ്വാസികൾക്ക് പ്രതീക്ഷയാണ് കേട്ടോ, എങ്കിലും ഭയപ്പെട്ടു. അതുകൊണ്ടല്ലേ പലരും വസ്തുക്കളൊക്കെ വിറ്റ് അടിച്ചു തീർത്ത് പിന്നീട് പട്ടിണി കിടക്കേണ്ടി വന്നത്. എന്തോരം കാര്യങ്ങൾ നമ്മൾ ഭയപ്പെട്ടു. സുനാമി വന്നപ്പോൾ ഭയപ്പെട്ടു, പ്രകൃതി ദുരന്തങ്ങൾ, വെള്ളപ്പൊക്കം, ഇങ്ങനെ പലതും വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മൾ ഭയപ്പെടും. പക്ഷെ ആ ഭയപ്പെടുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ സംഭവിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഭയപ്പെടുന്നതൊന്നും, ഇപ്പോഴും നിങ്ങൾ ഭയപ്പെടുന്നതൊന്നും സംഭവിക്കത്തില്ല. അതൊരു വെറും വാക്കല്ല. ഭയപ്പെടേണ്ട എന്ന് ഞാൻ പറഞ്ഞാൽ, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നിരത്തി വെച്ച് പറഞ്ഞാൽ, ഇവനിത് പറയാം, വെറും വാക്ക് മനുഷ്യൻ വരുന്നതാണല്ലോ. ഇപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ ഒരു വലിയ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ഭയപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലൂടെ അയാൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ പോയി പറയും, ഭയപ്പെടേണ്ട, രോഗക്കിടക്കയിലായിരിക്കുന്ന വ്യക്തി മരണത്തെ ഭയന്നിരിക്കുക, ഡോക്ടർ പറഞ്ഞു ഇനി രക്ഷയില്ല. പുള്ളിയോട് നമ്മൾ പോയി പറയും, പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല. നമ്മൾ വെറും വാക്കാ പറയുന്നത്, അല്ലാതെ പറയുന്ന നമുക്ക് ആർക്കും ഈ പുള്ളിയെ സൗഖ്യമാക്കാനുള്ള കഴിവൊന്നുമില്ലല്ലോ. നമ്മളങ്ങ് പറയും. കടം കയറി ആത്മഹത്യ മാത്രം മുൻപിലുള്ള വ്യക്തിയോട് നമ്മൾ പോയി പറയും, പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും, കടം തീർക്കാനുള്ള വഴി നമ്മളതിലുണ്ടോ? ഒന്നുമില്ല. വഴി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അറിയത്തില്ല, സഹായിക്കാനോ കൈത്താങ്ങാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. നമ്മൾ വെറും വാക്ക് പറയും. പക്ഷേ എന്നെ കേൾക്കുന്ന പ്രിയ ഭക്തരെ, വെറും വാക്ക് പറയാത്തൊരുവൻ നിങ്ങൾക്കൊരു ഉറപ്പ് നൽകുന്നുണ്ട്. യോശുവയുടെ പുസ്തകം, വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നാണ് കേട്ടോ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ദൈവം ഇങ്ങനെ തൻ്റെ ജനത്തിന്, അതെ എന്നെ ഈ സമയം കേട്ടുകൊണ്ടായിരിക്കുന്ന നിങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. ആ ഉറപ്പ് എന്താണ്? ഭയപ്പെടേണ്ട, ശ്രമിച്ചു നോക്കേണ്ട,
ധൈര്യമായിരിക്കുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ. ദൈവത്തിന്റെ ഉറപ്പാണ്, ഭയപ്പെടേണ്ട. ഇന്ന് ഈ പ്രഭാതത്തിൽ മുൻപിൽ ഒരു മുഴുവൻ ദിവസമുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ക്രമപ്പെടുത്തേണ്ടതുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്, ഒത്തിരി ഇടങ്ങളിൽ നിങ്ങൾ നിൽക്കേണ്ടതുണ്ട്, നിലനിൽക്കേണ്ടതുണ്ട്. ഭയം അതിനൊരു വലിയ പ്രതിസന്ധിയും സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ഉറപ്പ് വിശ്വസിക്കുവാൻ തയ്യാറാണോ? മനുഷ്യന്റെ ഉറപ്പ് പോലെ അല്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ഉറപ്പ് വിശ്വസിക്കുവാൻ തയ്യാറാണോ എന്ന് ഞാൻ ചോദിക്കുവാൻ കാരണം. നോക്കൂ, ഈ വാക്കുകൾ കേൾക്കുന്നത്, ഭയപ്പെടേണ്ട എന്ന വാക്കുകൾ യോശുവയിലൂടെ കേൾക്കുന്നത്, എന്നിലൂടെ നിങ്ങൾ കേൾക്കുന്നത് പോലെ ദൈവത്തിന്റെ ജനമായ ഇസ്രായേലാണ്. അവരുടെ മുമ്പിൽ വലിയൊരു പ്രതിസന്ധിയുണ്ട്. അവർ വാഗ്ദത്തത്തിലേക്ക് പോകുമ്പോൾ മുൻപിലുള്ള പ്രതിസന്ധി യോർദാനായി ഉണ്ട്, എരിഹോ ആയുണ്ട്. എരിഹോയെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ ചൈനയിലെ വൻമതിലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മതിൽ. എന്നാൽ എരിഹോ മതിലിന്റെ പ്രത്യേകത ഏറ്റവും വീതി കൂടിയ മതിലാണ്. 7 രഥങ്ങൾ, 3 കുതിരകളെ പൂട്ടിയ 7 രഥങ്ങൾക്ക് ഒരുമിച്ച് പോകുവാൻ വീതിയുള്ള മതിലാണ് എരിഹോവിലെ മതിൽ. അപ്പോൾ ആ മതിൽ പൊളിച്ചു മാത്രമേ, അല്ലെങ്കിൽ ആ മതിൽ കടന്നു മാത്രമേ അവർക്ക് അവരുടെ വാഗ്ദത്തത്തിലേക്ക് പോകുവാനായിട്ട് കഴിയത്തുള്ളൂ. അവർക്ക് മറ്റൊരു വഴിയില്ല കേട്ടോ. അതെ, നിങ്ങൾ ഭയപ്പെടുന്നതിന് കാരണമുണ്ട്. വേറൊരു വഴിയില്ല, വേറൊരു രക്ഷയില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മുൻപുള്ള ആ തടസ്സം മാറണം, ആ പ്രതിസന്ധി നീങ്ങണം. ഇനി അവിടെ തുടരാൻ പറ്റിയില്ലെങ്കിൽ, ആ വാതിൽ തുറന്നില്ലെങ്കിൽ, ആ ജോലി കിട്ടിയില്ലെങ്കിൽ, ഇന്ന് കിട്ടും കേട്ടോ. ആമേൻ. നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ നിങ്ങളുടെ മക്കൾ ജോലിയില്ലാവരാനൊന്നും കർത്താവ് അനുവദിക്കത്തില്ല. സഹോദര, നീ ജോലിയില്ലാതെ മടങ്ങിപ്പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. നീ ഭയപ്പെടുന്നത് പോലെ മരണപ്പെട്ടവൻ, ഏത് ഡോക്ടർ പറഞ്ഞാലും നീ ഭയപ്പെടുന്നത് പോലെ മരണപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ ഭയക്കുന്നത് സംഭവിക്കത്തില്ല. നീ ഭയപ്പെടുന്നത് ഇന്നലകളിൽ സംഭവിച്ചിട്ടില്ല, ഇന്ന് സംഭവിക്കുവാൻ പോകുന്നില്ല. നീ ആത്മഹത്യ ചെയ്യത്തില്ലെന്നേ. ആത്മഹത്യ ചെയ്യുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തേ ഇല്ല. നോക്കൂ, ആ വലിയ പ്രതിസന്ധിയാണ് ജനത്തിന് മുൻപിലുള്ളത്. ആ മതിൽ തകർക്കുവാനുള്ള ശേഷിയൊന്നും ഇവർക്കില്ല. ഇവർ അടിമകളായി ജീവിച്ചവരാണ്. അത് കഴിഞ്ഞ് 40 വർഷം മരുഭൂമിയിലായിരുന്നു. വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരാണ്. മതിൽ തകർക്കാനുള്ള ശക്തിയൊന്നും നമുക്കില്ലേ? ഇല്ല. പക്ഷേ അതറിയുന്ന ഒരുവനുണ്ട്, അവനാണ് ഉറപ്പ് തന്നത്, സർവശക്തനായ ദൈവം. ആ ഉറപ്പ് 5-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യോശുവ ആ ഉറപ്പ് കാണുകയാണ്. അർദ്ധരാത്രിയിൽ യോശുവ ഭയന്ന് ഉറക്കമില്ലാതെ തേരാപ്പാര നടക്കുക. അമ്മൻ പറയുന്നവർ പറയാം, യോശുവ വലിയ കാര്യത്തിൽ ദൈവത്തിന്റെ ആലോചന അങ്ങ് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, ദൈവം കൂടിയിരിക്കും എന്ന് വെച്ച് കേട്ടവനൊക്കെ ഉറങ്ങി. യോശുവയ്ക്ക് ഉറങ്ങാൻ പറ്റുമോ? പലരും പല വാക്കുകളും പറഞ്ഞിട്ട് ഉറക്കമില്ലാതെയൊക്കെ ഇരിക്കുക. അമ്മേൻ, നിങ്ങളോട് ഇത് പറയുന്നു, അതിനർത്ഥം ഞങ്ങൾ ഉറങ്ങുന്നു എന്നല്ല. കഴിഞ്ഞ രാത്രിയിൽ ഉറക്കമില്ലാതെ പ്രാർത്ഥിച്ച ദൈവസന്നിധിയിലായിരുന്നിട്ടാ ഇന്ന് ഈ വാക്ക്, ഈ പ്രവചന ദൂത് നിങ്ങളോട് അറിയിക്കുന്നത്. രാത്രി 14-ാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ ഉറക്കമില്ലാതെ നടക്കുന്ന യോശുവ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ഒരു വ്യക്തിയെ കാണുകയാണ്. അദ്ദേഹം ചിന്തിച്ചു, ശത്രു ആയിരിക്കുമോ അതോ മിത്രമാണോ? അപ്പോ അതൊരു ദൂതനായിരുന്നു. ദൂതൻ പറയുന്നതാണ്, ഞാൻ സൈന്യങ്ങളുടെ അധിപതിയായ യഹോവയുടെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു. യഹോവയുടെ സൈന്യങ്ങളുടെ അധിപതിയായി ഞാൻ വന്നിരിക്കുന്നു. എന്തിനു വേണ്ടി? നാളെ മതിൽ പൊളിക്കുവാൻ വേണ്ടി. യോശുവേ, നീ പോയി സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. നിങ്ങളുടെ കൈക്കരുത്ത് കൊണ്ടല്ല, നിങ്ങളുടെ ഭുജബലമോ നിങ്ങളുടെ ആയുധ ബലമോ ഒന്നും കൊണ്ടല്ല, ദൈവം അതെ ആ മതിൽ പൊളിക്കും. ആ തടസ്സത്തെ ദൈവം നീർക്കും. പ്രിയരെ, നിങ്ങൾ ഭയപ്പെടേണ്ട. ഇന്ന് നിങ്ങൾ പോകുന്ന വഴിയിൽ നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ ധൈര്യമായി കടന്നു പോകുക. നിങ്ങളുടെ ഭയപ്പാടിന് കാരണമായ അനുഭവത്തെ, അവസ്ഥയെ എൻ്റെ ദൈവം മാറ്റും. നിങ്ങൾ ഭയപ്പെടുന്നത് ഇന്ന് സംഭവിക്കത്തില്ല. നിന്റെ തൊഴിലിടത്തിൽ നീ ഭയപ്പെടുന്നത് സംഭവിക്കത്തില്ല. ആ ആശുപത്രിക്കകത്ത് നീ ഭയപ്പെടുന്നത് സംഭവിക്കത്തില്ല. നിന്റെ ഭവനത്തിനകത്ത് നീ ഭയപ്പെടുന്നത് സംഭവിക്കത്തില്ല. അതെ, നിന്റെ സ്കൂളിൽ, കോളേജിൽ, മക്കളെ, നിങ്ങൾ ഭയപ്പെടുന്നത് സംഭവിക്കത്തില്ല. കാരണം അത് സംഭവിക്കാതിരിക്കുവാൻ വേണ്ടത് ദൈവം ചെയ്തിട്ടുണ്ട്. അതേ, ഭയപ്പെടേണ്ട എന്ന് ഉറപ്പ് തന്നവൻ നിങ്ങൾ ഭയപ്പെടാതിരിക്കുവാൻ വേണ്ടത് ചെയ്തിട്ടുണ്ട്. ധൈര്യമായിരിക്കുക. ഈ ദിവസം നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവം, ഒപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഭയന്നും തളർന്നും നിരാശയോടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതെ മുൻപിലുള്ള ഈ ദിവസത്തിലേക്ക് എങ്ങനെ കാൽവെക്കുമെന്നറിയാതെ ഇവർ ഭയന്നായിരിക്കുന്നു. യേശുവേ, അങ്ങ് ഇവരോട് കൽപ്പിച്ചുവല്ലോ, ഉറപ്പ് നൽകിയല്ലോ, ഭയപ്പെടേണ്ട. ആ ഭയം നീങ്ങുന്നത് അങ്ങ് ചെയ്ത കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. ജോലി സംബന്ധമായി ഭയന്നായിരിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം പ്രവർത്തിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. ജോലി സ്ഥലത്ത് നിന്ന് ഇവർ ഇന്ന് സന്തോഷത്തോടെ തിരികെ വരട്ടെ. ജോലി സ്ഥലത്ത് ഇവരെ കാത്തിരിക്കുന്ന, ഇവർ ഭയപ്പെടുന്ന ആ അവസ്ഥയെ അങ്ങ് മാറ്റിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. എല്ലാ പ്രതിസന്ധികളും, മാനുഷികമായി പൈശാചികമായി വെളിപ്പെടുന്ന എല്ലാ പ്രതിസന്ധികളും തൊഴിലിടങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. ഇന്ന്
ആ ഇന്റർവ്യൂ കഴിഞ്ഞ് അപ്പോയിന്റ്മെന്റിനായിട്ടുള്ള ലെറ്റർ വരട്ടെ. ഓ സ്തോത്രം. ഇന്ന് വിസ സ്റ്റാമ്പ് ചെയ്തത് വരട്ടെ, ആ തടസ്സം മാറട്ടെ. ഇവരുടെ വിസ ഇരിക്കുന്ന ആ മേശപ്പുറത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. വിസ മേൽ സ്റ്റാമ്പ് വീഴട്ടെ. ഓ സ്തോത്രം. ചില സൈനുകൾ വീഴട്ടെ. ഇവരുടെ ഭയപ്പാട് നീങ്ങിപ്പോകുവാൻ തക്കവണ്ണം ചില സൈനുകൾ. ഓ സ്തോത്രം. ചില പേപ്പേഴ്സ് പെൻഡിങ്ങിലായിരിക്കുന്ന ചില പേപ്പേഴ്സ്, ഇവരെ ഭയപ്പെടുത്തുന്ന പേപ്പേഴ്സ് ഇന്ന് ഇവരുടെ അടുക്കൽ, ഇവരുടെ കരങ്ങളിൽ എത്തിച്ചേരട്ടെ യേശുവിൻ നാമത്തിൽ. സ്തോത്രം. ഇവർ കാത്തിരിക്കുന്ന ആ ഫോൺ കോൾ ഇവരെ തേടി വരട്ടെ. ഇവരുടെ ജീവിതത്തെ മാറ്റുന്ന, ഭയപ്പാടിന് അറുതി വരുത്തുന്ന ആ ഫോൺ കോൾ യേശുവിൻ നാമത്തിൽ ഇവരെ തേടി വരുന്ന കൃപയ്ക്ക് സ്തോത്രം. നീ ഭയപ്പെടുക. മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കൾ ഇനി നിങ്ങൾക്കില്ല. അവർ നിങ്ങളെ വിളിക്കത്തില്ല, അവർ നിങ്ങളെ സ്നേഹിക്കത്തില്ല. കേൾക്ക് അവരുടെ ശബ്ദം. അമ്മേ, പപ്പാ എന്ന് നീ കേൾക്കുവാൻ പോകും യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കാണ്. മക്കൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇന്ന് ഭയപ്പാടോടെ ആയിരിക്കുന്നു. അവരുടെ ഭയം നീങ്ങിപ്പോകട്ടെ. ആ കേസിൽ നിന്റെ തലമുറ പെട്ടുപോകാതിരിക്കുവാൻ വേണ്ടി എന്റെ ദൈവം ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട് യേശുവിൻ നാമത്തിൽ. അവൻ പുറത്തു വരിക. ആ കൂട്ടുകെട്ടിൽ നിന്ന്, ആ ബന്ധനത്തിൽ നിന്ന്, ആ പൈശാചികമായ ബാധിപ്പിൽ നിന്ന്, മദ്യമെന്ന, മയക്കുമരുന്നെന്ന, ലഹരി എന്ന ആ ബാധിപ്പിൽ നിന്ന് പ്രാർത്ഥിക്കും മാതാവേ, പ്രാർത്ഥിക്കും പിതാവേ. സഹോദരി പ്രാർത്ഥിക്ക്. നിന്റെ ഭർത്താവ് ആ ബന്ധനത്തിൽ നിന്ന് പുറത്തു വരിക. നിന്നോട് ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്തവൻ, അതേ ആവർത്തിച്ച് അരുളി ചെയ്തവൻ സ്തോത്രം അതിന് വേണ്ടത് ചെയ്തിട്ടുണ്ട്. നിന്റെ ഭർത്താവ് തിരികെ വരുവാൻ. ആമേൻ. ആ ബന്ധത്തിൽ നിന്ന് നിന്റെ ഭർത്താവ് തിരികെ വരുവാൻ. ഇനി ഒരിക്കലും അവന് നിനക്ക് കിട്ടത്തില്ല. അവനുമൊപ്പം സന്തോഷമായി ജീവിക്കുവാൻ കഴിയത്തില്ല എന്ന് സ്തോത്രം കേട്ട് ഭയന്നായിരിക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുവാൻ പോയി. ഓ സ്തോത്രം. പ്രാർത്ഥിക്കുക സഹോദര. നിന്റെ ഭാര്യ മടങ്ങി വരിക. ഓ അമേൻ. അവളുടെ മേൽ അവകാശം പറയുന്നു. അവളുടെ സാമ്പത്തികമായ നന്മകളെ കണ്ട് അവളുടെ മേൽ അവകാശം പറഞ്ഞ് നിന്നെ ഭയപ്പെടുത്തിയ നിന്റെ മക്കളുടെ ജീവിതം എന്തായിത്തീരും? മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിച്ച് നിൽക്കേണ്ടി വരും. ആ അവസ്ഥയ്ക്ക് കർത്താവിന് അറുതി വരുത്തുക. ഓ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപ. എല്ലാ ഭയങ്ങളും മാറിപ്പോകട്ടെ. എല്ലാ ഭയപ്പാടുകളും മാറിപ്പോകട്ടെ. വഴികൾ തുറന്നു വരട്ടെ. അടഞ്ഞുപോയ വഴികൾക്ക് മുമ്പിൽ, നഷ്ടപ്പെട്ട് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടായിരിക്കുന്നവർക്ക് മുമ്പിൽ വഴികൾ തുറന്നു വരട്ടെ യേശുവിൻ നാമത്തിൽ. അത് സംഭവിക്കട്ടെ. സ്തോത്രം. ആമേൻ. ഇവരുടെ അത്ഭുതത്തിന്റെ ദിവസമായി തീരട്ടെ. ദൂതൻ ഇറങ്ങട്ടെ. ഓ ദൈവത്തിന്റെ സൈന്യം തമ്പടിക്കട്ടെ. ഇവരെ തകർത്ത് കളയുവാൻ എഴുന്നേൽക്കുന്ന ശത്രുക്കൾക്ക് മുമ്പിൽ ഇവരായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങട്ടെ യേശുവിൻ നാമത്തിൽ. ഇവർക്ക് വേണ്ടി സ്വർഗം അങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോ ഭയപ്പെടേണ്ട കേട്ടോ. ധൈര്യമായിരിക്കുക. ദൈവം ആ ഭയപ്പാട് മാറിപ്പോകുവാൻ വേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഭയപ്പെട്ടാൽ നിങ്ങൾ ചമ്മിപ്പോവുക. അയ്യേ, ഞാനിങ്ങനെ പേടിച്ചുവല്ലോ എന്നോർത്ത് അവിധത്തിൽ നിങ്ങൾ ഭയപ്പെടാതിരിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ വലിയവ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. പ്രിൻസ് ഫാമിലിക്കൊപ്പം പ്രാർത്ഥനയോടെ ആയിരിക്കുക. എല്ലാ ദിവസങ്ങളിലും രാവിലെ ദൈവം അനുവദിച്ചാൽ നമ്മൾ ഒരുമിച്ച് ഇതുപോലെ ചെറിയ ചിന്തകളും പ്രാർത്ഥനയുമായി ഓരോ ദിവസത്തെയും അനുഗ്രഹമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഒപ്പമായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു എന്ന് കേൾക്കുന്നതിൽ, അറിയുന്നതിൽ സന്തോഷിക്കുന്നു. വിവരങ്ങൾ അറിയിക്കുക, പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രൈസർ ഫാമിലി എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട്. പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ. മറക്കണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി മാത്രമായ ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും സഭാരാധനയുണ്ട്. ഞായറാഴ്ച സഭാരാധന, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നെയ്യാറ്റിൻകരയിൽ വൈകുന്നേരം ഈവനിങ് സെക്ഷൻ മീറ്റിംഗ് ഉണ്ട്. അമരവിള താന്നിമൂട് MS പ്ലാസയുടെ താഴെ. രാവിലത്തെ സെക്ഷൻ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമുല ചാമവിള എന്ന സ്ഥലത്താണ്. 10 മണി മുതൽ ആരാധന തുടങ്ങും. അപ്പോൾ ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി തീരട്ടെ. നിങ്ങൾ ധൈര്യത്തോടെ ഉറപ്പോടെ നിൽക്കുന്ന നല്ല ദിവസമായി തീരട്ടെ. ശുഭദിനം.